പേര് ഫഹീം നിസാർ. ഞാൻ കഴിഞ്ഞ 2 വർഷം പഠിച്ചത് സെയിന്റ് ആനീസ് പബ്ലിക് സ്കൂളാണ്. 2020 പാസ് ഔട്ട് ആയപ്പോൾ എനിക്ക് ബോർഡ് എക്സാമിൽ കിട്ടിയ പെർസെൻറ്റേജ് ഇസ് 96%. അതിനോടൊപ്പം തന്നെ എല്ലാ സബ്ജക്റ്റിലും A+ കിട്ടി. എൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരള എഞ്ചിനീയറിംഗിൽ ഐ ഗോട്ട് 298 റാങ്ക്, JEE മെയിനിൽ 4445, JEE അഡ്വാൻസ്ഡിൽ 1136 റാങ്കും ലഭിച്ചു. ഇനി ഞാൻ ഫർദർ സ്റ്റഡീസിന് പോകാൻ ആഗ്രഹിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഇസ് IIT കാൺപൂർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഞാൻ 2 വർഷം മുമ്പ് ഒരു സ്കൂളിനെ തേടി നടക്കുന്ന കാലം ഐ ഹാഡ് മെനി ഓപ്ഷൻസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. അതിൽ സെയിന്റ് ആനീസ് പബ്ലിക് സ്കൂളിനെ കുറിച്ച് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ടായിരുന്നു. അവിടെ മുമ്പ് പഠിച്ച സ്റ്റുഡൻസിനെ കുറിച്ചും ഇവിടെയുള്ള ഫെസിലിറ്റീസിനെ കുറിച്ചും. ഇതൊക്കെ കാരണം ഞാൻ സെയിന്റ് ആനീസ് പബ്ലിക് സ്കൂൾ തന്നെയാണ് ചൂസ് ചെയ്തത്. അന്ന് മുതൽ ഇന്ന് വരെ ഐ ഹാവ് നെവർ റിഗ്രറ്റഡ് മൈ ഡെസിഷൻ. ഞാൻ സ്കൂളിൽ ചേർന്ന ആ ദിവസം മുതൽ ടീച്ചേഴ്സ് നൽകിയ മെന്ററിങ്ങും അവർ നൽകിയ ഇൻസ്പിറേഷനും മോട്ടിവേഷനും എല്ലാം എന്നെ ഇത്രയും ദൂരം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല സ്കൂളിലെ ലാബും അതുപോലെ തന്നെ സ്മാർട്ട് ബോർഡും ഒരു വേൾഡ് ക്ലാസ് ഫീൽ നൽകാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല സ്കൂളിലുള്ള ഒത്തിരി ഇൻഫ്രാസ്ട്രക്ചറും ബാക്കി ഫെസിലിറ്റീസ് എല്ലാം കാരണം നമ്മുടെ മനസ്സിലൊരു ഐഡിയൽ സ്കൂൾ എന്താണോ ആ ഒരു ഇമേജ് തന്നെയാണ് സെയിന്റ് ആനീസ് പബ്ലിക് സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതെല്ലാം കാരണം ഐ എം പ്രൗഡ് ടു കോൾ സെയിന്റ് ആനീസ് പബ്ലിക് സ്കൂൾ മൈ ആൽമ മാറ്റർ. എന്നാലും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് എൻ്റെ ഹോസ്റ്റൽ ലൈഫ് തന്നെയാണ്. ഞാൻ ഇതുവരെ ഹോസ്റ്റലിൽ നിൽക്കാത്ത ഞാൻ ആദ്യമായി ഹോസ്റ്റലിൽ ചേർന്നപ്പോൾ സ്വാഭാവികമായി മറ്റു കുട്ടികളെ പോലെയും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. നമ്മുടെ ഹോസ്റ്റൽ വാർഡനായ ജോസ് പുഴക്കരച്ചൻ അദ്ദേഹത്തിന്റെ ചിട്ടകളും കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിരുന്നു. എന്നാൽ അവിടെ നിന്ന് പാസ് ഔട്ട് ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന്റെ എല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്തത്. അദ്ദേഹം നൽകിയ എല്ലാം പണിഷ്മെന്റ്സും മറ്റും നമ്മുടെ പ്രിപ്പറേഷന് വേണ്ടി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. മാത്രമല്ല അവിടെ നിന്നപ്പോൾ എനിക്കൊരു ഹോം അവേ ഫ്രം ഹോം ഫീലിംഗ് എപ്പോഴും കിട്ടിയിരുന്നു. എനിക്ക് ഉറപ്പായിട്ട് പറയാം നമ്മുടെ ബോർഡ് എക്സാം പ്രിപ്പറേഷന് വേണ്ടി അദ്ദേഹം ഒത്തിരി ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ഗ്രൂപ്പ് സ്റ്റഡീസ്. അതെല്ലാം എനിക്ക് മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ബോർഡ് എക്സാമിൽ നല്ല മാർക്ക് കിട്ടാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹം നമുക്ക് തന്ന ചിട്ടകൾ വീണ്ടും നമ്മളെ സഹായിച്ചു ലോക്ക്ഡൌൺ സമയത്ത്. എസ്പെഷ്യലി എനിക്ക് ഈ 6 മാസത്തോളം ലോക്ക്ഡൌൺ വന്നപ്പോഴത്തേക്കും പഠിത്തത്തിൽ നിന്നും ഒരു നിമിഷം പോലും മനസ്സ് വിടാതെ പഠിക്കാൻ അദ്ദേഹത്തിന്റെ ചിട്ടകൾ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അതിനോട് പുഴക്കരച്ചനോട് ഒത്തിരി കടപ്പാടുണ്ട്. ഈ ജേണിയിൽ നന്ദി പറയാൻ ഒത്തിരി ആൾക്കാരുണ്ട്. എസ്പെഷ്യലി എൻ്റെ മാതാപിതാക്കൾ. അവസാനം വരെ കൈപിടിച്ച് നടന്നതിനും സപ്പോർട്ടിനും മോട്ടിവേഷനും എല്ലാം നന്ദിയുണ്ട്. മാത്രമല്ല എൻ്റെ ഹോസ്റ്റൽ വാർഡനായ ജോസ് പുഴക്കരച്ചനോടും നന്ദിയുണ്ട്. മാത്രമല്ല എൻ്റെ 2 വർഷത്തെ ക്ലാസ് ടീച്ചറായ തനുജ മാമിനോടും എൻ്റെ സബ്ജക്ട് ടീച്ചേഴ്സിനോടും വൈസ് പ്രിൻസിപ്പളായ ഫാദർ മനുവിനോടും ഫാദർ സണ്ണിനോടും മാത്രമല്ല സാപ്സ് നൽകുന്ന ബ്രില്യൻ കോച്ചിങ്ങിനോടും സാപ്സ് ടീമിനോടും മൊത്തമായി ഒത്തിരി നന്ദിയുണ്ട്. And thank you for giving me this opportunity to speak. Thank you all. Bye.